ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി. ക്രിസ്ത്യൻ മാരേജിൽ ബ്രൈഡിൻ്റെ സാരി കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഫ്ലവർ ബാസ്ക്കറ്റാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഹാൻഡിലില്ലാത്ത ഒരു ബാസ്ക്കറ്റാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഫ്ലവേഴ്സൊക്കെ വെച്ചൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഒരുപാട് കടകളിൽ അന്വേഷിച്ചെങ്കിലും എനിക്കിതിൽ വെക്കാൻ പറ്റിയ ഫ്ലവേഴ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്ലവർ വേസിലെ ഫ്ലവേഴ്സാണ് ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. മുള്ളുകമ്പിയിലൂടെ കോർത്തെടുത്ത ഫ്ലവറിന് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ടിപ്പിൽ ഒരു ഹുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പി ആ ബാസ്ക്കറ്റിലൂടെ ഒന്ന് കോർത്തെടുക്കാം. അടുത്ത ഫ്ലവർ കോർത്തെടുത്ത് ഊരിപ്പോകാതെ ഒരു ഹുക്ക് ഇട്ട് കൊടുത്ത് ബാലൻസ് ഉള്ളത് കമ്പി നമുക്ക് കട്ട് ചെയ്ത് കളയാം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 ഫ്ലവേഴ്സിനെയും ഇതേപോലെ ഞാൻ സെക്യൂറായിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓൺലൈനിൽ ഫ്ലവേഴ്സ് മേടിക്കാനുള്ള സമയപരിധി മൂലവും കടകളിൽ അന്വേഷിച്ചപ്പോൾ കിട്ടാത്തത് കൊണ്ട് കേട്ടോ ഞാൻ ഫ്ലവർ വേസിലെ ഫ്ലവേഴ്സ് യൂസ് ചെയ്തത്. ഫ്ലവേഴ്സ് വെച്ച് കഴിഞ്ഞപ്പോഴും പോരായ്മ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ കുറച്ച് റിബൺ ഫ്ലവേഴ്സ് കൂടെ വെച്ച് കൊടുക്കാമെന്ന്. ഇതിന് റിബൺ ഫ്ലവേഴ്സ് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് ഞാനിത് ഇതേപോലെ ഒന്ന് അതിൻ്റെ ഇടയിൽ കൂടി എടുത്തൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ കുട്ടി സാരി ബാസ്ക്കറ്റിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാരെ? വളരെ സിമ്പിളായിട്ട് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും